ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടാം. അധ്യാപകൻ സങ്കീർണമായ വിഷയം ലളിതമായി വിശദീകരിച്ചു. ദ ടീച്ചർ എക്സ്പ്ലെയിൻ ദ കോംപ്ലക്സ് ടോപ്പിക് ഇൻ എ സിമ്പിൾ മാനർ. അധ്യാപകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടീച്ചർ. സങ്കീർണമായ കോംപ്ലക്സ്, വിഷയം ടോപ്പിക്, ലളിതമായി ഇൻ എ സിമ്പിൾ മാനർ, വിശദീകരിക്കുക എക്സ്പ്ലെയിൻ, വിശദീകരിച്ചു എക്സ്പ്ലെയിൻഡ്. ദ ടീച്ചർ എക്സ്പ്ലെയിൻ ദ കോംപ്ലക്സ് ടോപ്പിക് ഇൻ എ സിമ്പിൾ മാനർ. അധ്യാപകൻ സങ്കീർണമായ വിഷയം ലളിതമായി വിശദീകരിച്ചു. അയാൾ പെട്ടെന്ന് ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് പോയി. ഹി ക്വിക്ക്ലി ഫിനിഷ്ഡ് ഹിസ് വർക്ക് ആൻഡ് ലെഫ്റ്റ് ഫോർ ഹോം. പെട്ടെന്ന് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്വിക്ക്ലി. ജോലി വർക്ക്, പൂർത്തിയാക്കുക ഫിനിഷ്, പൂർത്തിയാക്കി ഫിനിഷ്ഡ്. വീട് ഹോം, പോകുക ലീവ്, പോയി ലെഫ്റ്റ്. ഹി ക്വിക്ക്ലി ഫിനിഷ്ഡ് ഹിസ് വർക്ക് ആൻഡ് ലെഫ്റ്റ് ഫോർ ഹോം. അയാൾ പെട്ടെന്ന് ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് പോയി. അവർ സ്റ്റേഷനിൽ ആവേശത്തോടെ ട്രെയിനിനായി കാത്തുനിന്നു. They eagerly waited for the train at the station. ആവേശത്തോടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഈഗർലി. കാത്തു നിൽക്കുക വെയിറ്റ്, കാത്തു നിന്നു വെയിറ്റഡ്. They eagerly waited for the train at the station. അവർ സ്റ്റേഷനിൽ ആവേശത്തോടെ ട്രെയിനിനായി കാത്തുനിന്നു. അത്താഴത്തിന് ശേഷം ഒരു ക്ലാസിക് സിനിമ കാണാൻ അവർ തീരുമാനിച്ചു. They decided to watch a classic film after dinner. അത്താഴം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിന്നർ. അത്താഴത്തിന് ശേഷം ആഫ്റ്റർ ഡിന്നർ. സിനിമ ഫിലിം, കാണുക വാച്ച്, തീരുമാനിക്കുക ഡിസൈഡ്, തീരുമാനിച്ചു ഡിസൈഡഡ്. They decided to watch a classic film after dinner. അത്താഴത്തിന് ശേഷം ഒരു ക്ലാസിക് സിനിമ കാണാൻ അവർ തീരുമാനിച്ചു. സമയപരിധി അടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കണം. You must complete the assigned task before the deadline approaches. സമയപരിധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡെഡ്ലൈൻ. അടുക്കുക അപ്രോച്ച്, മുൻപ് ബിഫോർ. ഏൽപ്പിച്ച ജോലികൾ അസൈൻ ടാസ്ക്, ജോലികൾ ടാസ്ക്. പൂർത്തിയാക്കുക കംപ്ലീറ്റ്. You must complete the assigned task before the deadline approaches. സമയപരിധി അടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കണം. അവൾ പ്രധാനപ്പെട്ട രേഖകൾ ഒരു സുരക്ഷിത ഫോൾഡറിൽ ശ്രദ്ധാപൂർവം ക്രമീകരിച്ചു. She carefully organized the important documents in a secure folder. പ്രധാനപ്പെട്ട എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇമ്പോർട്ടന്റ്. രേഖകൾ ഡോക്യുമെന്റ്സ്. സുരക്ഷിതമായ സെക്യൂർ, സുരക്ഷിതമായ ഫോൾഡർ സെക്യൂർ ഫോൾഡർ. ശ്രദ്ധാപൂർവം കെയർഫുള്ളി. ക്രമീകരിക്കുക ഓർഗനൈസ്, ക്രമീകരിച്ചു ഓർഗനൈസ്ഡ്. She carefully organized the important documents in a secure folder. അവൾ പ്രധാനപ്പെട്ട രേഖകൾ ഒരു സുരക്ഷിത ഫോൾഡറിൽ ശ്രദ്ധാപൂർവം ക്രമീകരിച്ചു. കടൽ തീരത്ത് സമാധാനപരമായ ഒരു സായാഹ്ന നടത്തം ഞങ്ങൾ ആസ്വദിച്ചു. We enjoyed a peaceful evening walk along the beach. കടൽ തീരത്ത് along the beach. സമാധാനപരമായ പീസ്ഫുൾ. സായാഹ്ന നടത്തം ഈവനിങ് വാക്ക്. ആസ്വദിക്കുക എൻജോയ്, ആസ്വദിച്ചു എൻജോയ്ഡ്. വി എൻജോയ്ഡ് എ പീസ്ഫുൾ ഈവനിങ് വാക്ക് അലോങ് ദ ബീച്ച്. കടൽ തീരത്ത് സമാധാനപരമായ ഒരു സായാഹ്ന നടത്തം ഞങ്ങൾ ആസ്വദിച്ചു. വെള്ളിയാഴ്ചത്തെ കർശന സമയപരിധിക്ക് മുമ്പ് നമ്മൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. വി മസ്റ്റ് സബ്മിറ്റ് ദ ഫൈനൽ റിപ്പോർട്ട് ബിഫോർ ഫ്രൈഡേസ് സ്ട്രിക്റ്റ് ഡെഡ്ലൈൻ. കർശനമായ സ്ട്രിക്റ്റ്, സമയപരിധി ഡെഡ്ലൈൻ, മുൻപ് ബിഫോർ. അന്തിമ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട്. സമർപ്പിക്കുക സബ്മിറ്റ്. വി മസ്റ്റ് സബ്മിറ്റ് ദ ഫൈനൽ റിപ്പോർട്ട് ബിഫോർ ഫ്രൈഡേസ് സ്ട്രിക്റ്റ് ഡെഡ്ലൈൻ. വെള്ളിയാഴ്ചത്തെ കർശനമായ സമയപരിധിക്ക് മുമ്പ് നമ്മൾ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ജോലിയിൽ നിങ്ങളുടെ സഹായത്തിന് ഞാൻ ആത്മാർത്ഥമായ നന്ദി പറയുന്നു.
I sincerely appreciate your help with this important task today. പ്രധാനപ്പെട്ട എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇമ്പോർട്ടൻറ്റ്. ജോലി വർക്ക്, സഹായം ഹെൽപ്പ്, ആത്മാർത്ഥമായി സിൻസിയർലി, നന്ദി പറയുക അപ്രീഷിയേറ്റ്. ഐ സിൻസിയർലി അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ് വിത്ത് ദിസ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ടുഡേ. ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട ജോലിയിൽ നിങ്ങളുടെ സഹായത്തിന് ഞാൻ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. കുട്ടികൾ സന്തോഷത്തോടെ അവരുടെ വീടിനടുത്തുള്ള പാർക്കിൽ കളിച്ചു. The children happily played in the park near their home. കുട്ടികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ചിൽഡ്രൻ. സന്തോഷത്തോടെ ഹാപ്പിലി. വീടിനടുത്തുള്ള നിയർ ഹോം. കളിക്കുക പ്ലേ, കളിച്ചു പ്ലേഡ്. The children happily played in the park near their home. കുട്ടികൾ സന്തോഷത്തോടെ അവരുടെ വീടിനടുത്തുള്ള പാർക്കിൽ കളിച്ചു. ഞങ്ങൾ ഈ ഞായറാഴ്ച രാവിലെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം സന്ദർശിക്കാൻ പദ്ധതിയിടുന്നു. We plan to visit the historical museum this Sunday morning. രാവിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോർണിംഗ്. സന്ദർശിക്കുക വിസിറ്റ്. പദ്ധതിയിടുക പ്ലാൻ. We plan to visit the historical museum this Sunday morning. ഞങ്ങൾ ഈ ഞായറാഴ്ച രാവിലെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം സന്ദർശിക്കാൻ പദ്ധതിയിടുന്നു. അവൾ അവളുടെ ഒഴിവു സമയത്ത് ക്ലാസിക്കൽ സാഹിത്യം വായിക്കുന്നത് ആസ്വദിക്കുന്നു. She enjoys reading classical literature during her free time daily. ഒഴിവു സമയത്ത് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫ്രീ ടൈം. സാഹിത്യം ലിറ്ററേച്ചർ. വായിക്കുക റീഡ്. ആസ്വദിക്കുക എൻജോയ്. She enjoys reading classical literature during her free time daily. അവൾ അവളുടെ ഒഴിവു സമയത്ത് ക്ലാസിക്കൽ സാഹിത്യം വായിക്കുന്നത് ആസ്വദിക്കുന്നു. അവൾ വിനീതമായി വെയിറ്ററിനോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. She politely requested a glass of water from the waiter. വിനീതമായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പൊളൈറ്റ്ലി. വെള്ളം വാട്ടർ. ചോദിക്കുക റിക്വസ്റ്റ്. ചോദിച്ചു റിക്വസ്റ്റഡ്. She politely requested a glass of water from the waiter. അവൾ വിനീതമായി വെയിറ്ററിനോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. അവൻ ശ്രദ്ധാപൂർവം പൊട്ടുന്ന ഗ്ലാസ് പാത്രം മേശപ്പുറത്ത് വെച്ചു. He carefully placed the fragile glass vase on the table. ശ്രദ്ധാപൂർവം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കെയർഫുള്ളി. പൊട്ടുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകാവുന്ന ഫ്രജൈൽ. ഗ്ലാസ് പാത്രം ഗ്ലാസ് വേസ്. മേശ ടേബിൾ. വെക്കുക പ്ലേസ് വെച്ചു പ്ലേസ്ഡ്. He carefully placed the fragile glass vase on the table. അവൻ ശ്രദ്ധാപൂർവം പൊട്ടുന്ന ഗ്ലാസ് പാത്രം മേശപ്പുറത്ത് വെച്ചു. രാവിലെയുള്ള കൂടിക്കാഴ്ചയ്ക്കായി അവൾ എപ്പോഴും കൃത്യസമയത്തെത്തും. She always arrives on time for the morning meeting. രാവിലെ മോർണിംഗ്. കൂടിക്കാഴ്ച മീറ്റിംഗ്. എപ്പോഴും ഓൾവേസ്. കൃത്യസമയത്ത് ഓൺ ടൈം. എത്തുക അറൈവ്. She always arrives on time for the morning meeting. രാവിലെയുള്ള കൂടിക്കാഴ്ചയ്ക്കായി അവൾ എപ്പോഴും കൃത്യസമയത്തെത്തും. ഈ മനോഹരമായ വേനൽക്കാലത്തുടനീളം കാലാവസ്ഥ സുഖകരമായിരുന്നു. The weather has been pleasantly warm throughout this lovely summer. മനോഹരമായ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ലവ്ലി. വേനൽക്കാലം സമ്മർ. ഉടനീളം ത്രൂ ഔട്ട്. കാലാവസ്ഥ വെദർ. The weather has been pleasantly warm throughout this lovely summer. ഈ മനോഹരമായ വേനൽക്കാലത്തുടനീളം കാലാവസ്ഥ സുഖകരമായിരുന്നു. വിശദമായ വിശദീകരണത്തോടെ അദ്ദേഹം എന്റെ ഇമെയിലിന് പെട്ടെന്ന് മറുപടി നൽകി. He quickly responded to my email with a detailed explanation. വിശദമായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡീറ്റെയിൽഡ്. വിശദീകരണം എക്സ്പ്ലനേഷൻ. പെട്ടെന്ന് ക്വിക്ലി. മറുപടി നൽകുക റെസ്പോണ്ട്. He quickly responded to my email with a detailed explanation. വിശദമായ വിശദീകരണത്തോടെ
അദ്ദേഹം എന്റെ ഇമെയിലിന് പെട്ടെന്ന് മറുപടി നൽകി. കഴിഞ്ഞ വർഷം അവരുടെ മനോഹരമായ പഴയ വീട് പുതുക്കി പണിയാൻ അവർ തീരുമാനിച്ചു. They decided to renovate their charming old house last year. കഴിഞ്ഞ വർഷം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാസ്റ്റ് ഇയർ. മനോഹരമായ ചാമിങ്, പഴയ വീട് ഓൾഡ് ഹൗസ്, പുതുക്കി പണിയുക റിനോവേറ്റ്, തീരുമാനിക്കുക ഡിസൈഡ്, തീരുമാനിച്ചു ഡിസൈഡഡ്. They decided to renovate their charming old house last year. കഴിഞ്ഞ വർഷം അവരുടെ മനോഹരമായ പഴയ വീട് പുതുക്കി പണിയാൻ അവർ തീരുമാനിച്ചു. വിശ്രമിക്കാൻ ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് പരിഗണിക്കണം. You should consider taking a short break to relax. വിശ്രമിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റിലാക്സ്. ചെറിയ ഇടവേള ഷോർട്ട് ബ്രേക്ക്. എടുക്കുക ടേക്ക്. പരിഗണിക്കുക കൺസിഡർ. You should consider taking a short break to relax. വിശ്രമിക്കാൻ ഒരു ചെറിയ ഇടവേള എടുക്കുന്നത് പരിഗണിക്കണം. നാളെ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും ശരിയായി പരിശോധിച്ചെന്ന് ഉറപ്പാക്കുക. Please ensure all documents are properly reviewed before submission tomorrow. നാളെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് tomorrow. സമർപ്പിക്കുക സബ്മിറ്റ്. മുൻപ് ബിഫോർ. എല്ലാ രേഖകളും all documents. ശരിയായി പ്രോപ്പർലി. പരിശോധിക്കുക റിവ്യൂ. ഉറപ്പാക്കുക ensure. Please ensure all documents are properly reviewed before submission tomorrow. നാളെ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ രേഖകളും ശരിയായി പരിശോധിച്ചെന്ന് ഉറപ്പാക്കുക. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെന്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റൻസസ് അല്ലെങ്കിൽ ഈ സെന്റൻസസ് വഴി മനസ്സിലാക്കിയ വൊക്കാബുലറി നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറെ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെന്റൻസസ് പരിചയപ്പെടാം. Until then, bye.